ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലിയിൽ നടക്കുന്ന ഈന്തപ്പന ഫെസ്റ്റിവൽ കാണാനാണ്. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് ഈ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നത്. ആലിയിലെ ഫാർമേഴ്സ് മാർക്കറ്റിൽ നടന്ന ഈ ഫെസ്റ്റിവലിൽ സ്വദേശികളും വിദേശികളും അടക്കം ഒരുപാട് സന്ദർശകരാണ് എത്തിയത്. എല്ലാ വർഷവും വാർഷിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫെസ്റ്റിവൽ അവർ ആഘോഷിക്കുന്നത്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഈന്തപ്പനയുടെ ഓലയിൽ നെയ്തെടുത്ത ബാഗുകളും മാറ്റുകളും ആണ് നമ്മളിവിടെ കാണുന്നത്. അവർ ലൈവായിട്ട് ഓല ഉപയോഗിച്ച് പായകൾ നെയ്യുന്നതും അതുപോലെ തന്നെ മാറ്റുകളും അവർ ചെയ്ത മാറ്റുകളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അത് പല കളറിലും പല ഡിസൈനിലും അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ കാണുന്നത് ലൈവായിട്ട് ഈന്തപ്പഴം, അത് ഒരു പനയിൽ തന്നെ ഈന്തപ്പഴം കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള പല സ്റ്റോറുകൾ ഇവിടെയുണ്ട്. ബഹ്റൈൻ ഈന്തപ്പനകളുടെ വൈദികം ഈ മേളയിൽ നമുക്ക് മൊത്തം കാണാനായിട്ട് സാധിച്ചിരുന്നു. ദശലക്ഷം ഈന്തപ്പനകളുടെ നാട് എന്നാണ് ബഹ്റൈൻ അറിയപ്പെടുന്നത്. ഈന്തപ്പഴം മാത്രമല്ല, മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചുള്ള ഒരു ഷോ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മാർക്കറ്റായിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. അത് ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിക്കുന്ന കൊട്ടകളായിക്കോട്ടെ, കരകൗശല വസ്തുക്കൾ, ശരിക്കും എന്താ പറയുക, ഇതുണ്ടോ, തേനുകൾ, അതുപോലെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ തേൻ, അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേളയിൽ വലുതും ചെറുതുമായ ഒരുപാട് ഷോപ്പുകളാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യമുള്ള ഈന്തപ്പഴത്തിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട്. ഈന്തപ്പഴത്തിൻ്റെ മാർക്കറ്റ് മാത്രമല്ല, ഫാമിൽ നിന്നുള്ള പച്ചക്കറികളും അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. തക്കാളി, ക്യാപ്സിക്കം, മത്തങ്ങ, അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികളും അവർ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടത് അവിടുത്തെ ഒരു ഗാർഡൻ ഫാമായിരുന്നു. അവിടെ പലതരത്തിലുള്ള ചെടികൾ, നമ്മൾ ഇൻ ഹൗസ് ആയാലും ഔട്ട്ഡോറും വെക്കാൻ പറ്റും പലതരത്തിലുള്ള ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. നാം നാട്ടിൽ നിന്ന് വന്ന ശേഷം ആന്തൂറിയമൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല റെഡ് കളറുള്ള ഒരു ആന്തൂറിയത്തിൻ്റെ ചെടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ പലതരത്തിലുള്ള, ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് പല റേറ്റിലാണ്. അപ്പോൾ എല്ലാ ആളുകളും ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഈന്തപ്പഴത്തിൻ്റെ ഇലകളിൽ നിന്ന് പൂമ്പൊടി ചുരണ്ടി ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഐസ്ക്രീം, കോഫി മിശ്രിതം, ഹൽവ, മധുരപലഹാരങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഫെസ്റ്റിവൽ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടത് ഫാമിൽ നിന്ന് ഡയറക്റ്റ് വന്ന ഈന്തപ്പഴത്തിൻ്റെ കൊലകളും നല്ല ഉണ്ടമുളകും, ആ ഉണ്ടമുളകളുടെയൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിരുന്നു. എന്ന് പറയുന്നതിൻ്റെ കളർ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഇത്. 60ഓളം വരുന്ന കർഷകരാണ് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്. കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും റെസ്റ്റോറൻറ്റും അവിടെ നമുക്ക് ലഭ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പലതരത്തിലുള്ള ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ ജിനോയ് ഒരു സിറപ്പാണ് നോക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിരുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, ഡയറക്റ്റ് ഫാമിൽ നിന്നുള്ള ഫ്രൂട്ട്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ കണ്ടതിൽ വെച്ച് ഒരു ഏറ്റവും വലിയൊരു കടയാണ് ഇപ്പോൾ ഞാനീ കാണിക്കുന്നത്. അവിടെ പലതരത്തിലുള്ള ഈന്തപ്പഴങ്ങൾ ലഭ്യമായിരുന്നു. ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. ബ്രൗൺ കളർ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, അത് പഴുത്തതുണ്ടായിരുന്നു, പച്ച ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇതെല്ലാം ഓരോന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല മധുരമായിരുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ അധികം ആവശ്യമില്ലാത്തത് കൊണ്ട് ഞങ്ങളതിൻ്റെ ഒരു 1.5 കിലോ മേടിച്ചു. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റേറ്റൊക്കെ നല്ല കൂടുതലായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെർ കിലോ ഇതിന് നമുക്ക് 1 ദിനാറേ വന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 1.5 കിലോ മേടിച്ചു. 1.5 കിലോ മേടിച്ച് ഞങ്ങൾ മിക്സായിട്ടാണ് മേടിച്ചത്. മിക്സായിട്ടെന്ന് പറഞ്ഞാൽ റെഡും പച്ചയും പഴുത്തതും ബ്ലാക്കും എല്ലാം മിക്സായിട്ടാണ് മേടിച്ചത്. ശരിക്കും എന്നെ റേറ്റ് ശരിക്കും അമ്പരപ്പിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ കസ്റ്റമറായാലും അവർ ഡീൽ ചെയ്യുന്ന രീതി നമ്മളോടെല്ലാം നല്ല ഡീസൻ്റായിട്ടാണ് പെരുമാറിയത്. ഞങ്ങൾ അവിടെ പോയത് കഴിഞ്ഞ ഫ്രൈഡേ ആണ്. അപ്പോൾ കുട്ടികളൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ടോയ്സും കാര്യങ്ങളും കാർട്ടൂൺ കഥാപാത്രങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ് ഈ കടയിൽ ഈന്തപ്പഴം കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്.
പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞില്ലേ, റെഡ്, യെല്ലോ, ബ്രൗൺ, അതുപോലെ തന്നെ പനയുടെ ഒരു ഗോൾഡൻ കളറിലുള്ളൊരു പന ആർട്ടിഫിഷ്യൽ. ഈ ഡെക്കറേറ്റേഷൻ കണ്ടോ, റെഡും യെല്ലോയും കിടക്കാനായിട്ട് ഇതൊരു നല്ല ഭംഗിയായിരുന്നു. ഈ വീഡിയോൻ്റെ അവസാനം ഞാനിതിൻ്റെ മുകളിൽ നിന്നൊരു വീഡിയോ പിടിച്ചിട്ടുണ്ട്. ശരിക്കും അതൊരു അടിപൊളി ഫീലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാരങ്ങയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഫ്രൂട്ട്സുകളും മാംഗോയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഫാമിൽ നിന്ന് കിട്ടുന്ന ബഹ്റൈൻ എഗ് 30 എണ്ണത്തിന് 1-2 ദിനാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് തേനീച്ച. അത് ലൈവായിട്ട് അവർ അവിടെ പ്രസൻറ്റ് ചെയ്തേക്കുവാണ്. അത് ക്വാളിറ്റി വൈസ് തേനുകൾ ഡയറക്റ്റ് ഫാമിൽ നിന്നെടുക്കണം ഇതിൻ്റെ കാണിക്കാൻ വേണ്ടിയാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അവരൊരു ഗ്ലാസിൻ്റെ ഇതിൽ ഈ തേനീച്ചക്കൂട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടുത്തെ പലതരത്തിലുള്ള എന്താ പറയുക കരകൗശല വസ്തുക്കൾ. നേരത്തെ നമ്മളതിൻ്റെ എൻട്രൻസിൽ കണ്ടിരുന്നു. ക്യാപ്പുകളുണ്ട്, അതുപോലെ തന്നെ ബാഗുകളുണ്ട്, മാറ്റുകളുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ബഹ്റൈനിലെ പെർഫ്യൂംസാണ്. ഇത് പല രീതിയിൽ ഇപ്പോൾ അവിടുന്ന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 ദിനാർ തൊട്ടാണ് വരുന്നത്. അപ്പോൾ ജിനോയ് അതിൻ്റെ കുറേ സാമ്പിളും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 6 ദിനാർ കൊടുത്തു ഒരു സ്പ്രേ മേടിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു കൗണ്ടറാണ്. ആകെ ചോക്ലേറ്റിന് നമുക്കൊരു സിംഗിൾ കൗണ്ടർ മാത്രമേ അവിടെ കാണാൻ പറ്റുകയുള്ളൂ. ഇത് നേരത്തെ പറഞ്ഞ പോലെ സുഗന്ധദ്രവ്യങ്ങൾ, അതായത് സ്മെല്ലിനും കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കുന്തിരിക്കം അതുപോലെയുള്ള വസ്തുക്കളാണ് നമ്മളിപ്പോൾ. ഇതിൻ്റെ 2ാമത്തെ ഷോപ്പാണ്. അവിടെ നിന്ന് കണ്ടത് ആകെ 2 ഷോപ്പുകൾ മാത്രമാണ് കണ്ടത്. അവിടെയൊക്കെ ചെല്ലുമ്പോഴുള്ള സ്മെല്ലില്ലേ, അടിപൊളി സ്മെല്ലായിരുന്നു. പല രീതിയിലുള്ള പെർഫ്യൂംസും കാര്യങ്ങളും എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മളിത് ആദ്യം കണ്ടൊരു കൗണ്ടറാണ്, അതായത് ഈന്തപ്പഴത്തിൻ്റെ ഹൽവ. അപ്പോൾ അത് ശരിക്കും ലൈവായിട്ട് അവർ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ ബോക്സിലൊക്കെ ആക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ആ കാണുന്ന ഒരു ഡബ്ബയ്ക്ക് 3 ദിനാറാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ പുറത്തുള്ള മാർക്കറ്റിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു പ്രൈസാണ്. ഇത് 2 തരത്തിലാണ് അവിടെ കണ്ടത്. അത് 2 നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, കാർട്ടൂൺ കഥാപാത്രങ്ങളും കാര്യങ്ങളും ആണ് ഇവിടെ കാണുന്നത്. നേരത്തെ പറഞ്ഞ പ്രൈമറി ഐസ്ക്രീമുകളും കാര്യങ്ങളും, കോഫി പൗഡർ, ഐസ്ക്രീം. ഇതിൻ്റെ ആകെ ഒരു കൗണ്ടർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എനിക്ക് ഏറ്റവും കളർഫുള്ളായിട്ട് അവിടെ ഫീൽ ചെയ്തത് ക്യാപ്സിക്കം. 3 കളർ, ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വെജിറ്റബിളും, നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ്. ചീര ആയിക്കോട്ടെ, നമ്മുടെ ലീഫ് ആയിക്കോട്ടെ, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. ജിനോയി സ്പ്രേയിനെ കുറിച്ചുള്ള ഡൗട്ട് ഇപ്പോഴും തീരുന്നില്ല. ഇത് നമ്മുടെ അപ്സ്റ്റെയറിലാണ്. അപ്സ്റ്റെയറിൽ എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ ചില മൺകുടങ്ങളും അതുപോലെ തന്നെ ചെറിയ പീപ്പി അത്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മഗ്, കരകൗശല വസ്തുക്കൾ ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആകെ മുകളിൽ ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കാണാനുള്ള ഒരു കളിസ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മുകളിൽ നിന്നുള്ളൊരു വ്യൂ. അതാ ഞങ്ങൾ ഈന്തപ്പഴം മേടിച്ച സ്റ്റോറാണ് അത്. ശരിക്കും എന്താ പറയുക, ഓസം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം. ഈ ചാനൽ ഫോളോ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻ്റ് ഇട്ട് എന്നോട് പറയണമെന്ന് ഞാൻ പറയുകയാണ്. ഈ ചൂടുള്ള ദിവസമാണെങ്കിലും ഇത് ഫാർമേഴ്സ് മാർക്കറ്റിലായതുകൊണ്ട് നമുക്കധികം ചൂടും കാര്യങ്ങളൊന്നും നമുക്ക് എഫക്റ്റ് ചെയ്തില്ല.